അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സണുമെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം. JPC അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. സുപ്രീംകോടതി വീണ്ടും കേസ് പുനഃപരിശോധിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസും ശിവസേനയും ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ നിഷേധിച്ച സെബി ചെയർപേഴ്സൺ മാധബി ബുച്ച ഹിൻഡൻബർഗ് സ്വഭാവഹത്യ നടത്തുകയാണെന്ന് ആരോപിച്ചു. അതേസമയം മാധബി ബുച്ച ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയണമെന്ന് CPIM ആവശ്യപ്പെട്ടു. രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും ഓഹരിയുണ്ടെന്ന ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ JPC അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. അദാനിക്കെതിരായ അന്വേഷണത്തിന് സെബിയുടെ താൽപര്യ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദാനിയുടെ മഹാകുംഭകോണം എന്നായിരുന്നു ജയറാം രമേശിന്റെ ട്വീറ്റ്. അഴിമതിയുടെ മുഴുവൻ വ്യാപ്തിയും എന്താണെന്ന് അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിച്ചു. തൃണമൂൽ MP മഹുവ മൊയ്ത്രയും ശിവസേന നേതാവ് പ്രിയങ്ക ചൗധരി അടക്കമുള്ളവരും രംഗത്തെത്തി. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച രംഗത്തെത്തി. ഹിൻഡൻബർഗ് വ്യക്തിഹത്യ നടത്തുകയാണെന്ന് മാധബി ആരോപിച്ചു. തങ്ങളുടെ സാമ്പത്തികം ഒരു തുറന്ന പുസ്തകമാണെന്നും സാമ്പത്തിക രേഖകൾ പുറത്തുവിടാൻ തയ്യാറാണെന്നും അവർ പ്രതികരിച്ചു. അതേസമയം ആരോപണങ്ങളെല്ലാം അദാനി ഗ്രൂപ്പ് നേരത്തെ തന്നെ നിരവധി തവണ നിഷേധിച്ചിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി സാമ്പത്തിക വിപണിയിൽ കൃത്രിമം കാണിക്കാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന അതേ സ്ഥാപനമായ ബെർമുഡയിലെയും മൗറീഷ്യസിലെയും അവ്യക്തമായ ഓഫ്ഷോർ ഫണ്ടുകളിൽ മാധബി ബുച്ചിനും ഭർത്താവിനും വെളിപ്പെടുത്താത്ത നിക്ഷേപമുണ്ടെന്നാണ് ആരോപണം. ഓഹരി വിപണി പെരുപ്പിച്ചു കാട്ടി മൂല്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ അദാനി കമ്പനികൾ വലിയ തട്ടിപ്പ് നടത്തിയെന്ന 2023 ആരോപണത്തിന് പിന്നാലെയാണിത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ സെബി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. എന്നാൽ ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും കനത്ത തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.